ജസ്റ്റ് ലേസർ ടൈപ്സ് ഒന്ന് നോക്കാം. ഇത് ഇത്രയും മാത്രമേ കോമ്പറ്റീറ്റീവ് എക്സാംസിന് അറിഞ്ഞിരുന്നാൽ മതിയാവും. ലേസർ ടൈപ്പ് ഹീലിയം നിയോൺ ആകുമ്പോൾ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് ഗ്യാസ് ആയിരിക്കും, അത് ഹീലിയം പ്ലസ് നിയോൺ. പമ്പിങ് എന്ന് പറയുമ്പം ഇലക്ട്രിക്കൽ പമ്പിങ് ആയിരിക്കും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു അച്ചീവ് പോപ്പുലേഷൻ ഇൻവേർഷൻ. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത് എക്സൈറ്റഡ് ലെവലിലെ നമ്പർ ഓഫ് ആറ്റംസ് കൂടുതലായിരിക്കണം ദാൻ ദ ലോവർ വൺ. വേവ് ലെങ്ത് ഏകദേശം 632.8 നാനോമീറ്റർ റേഞ്ചും ആയിരിക്കണം. ഈ ഒരു കേസിൽ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് സോളിഡ് അല്ലെങ്കിൽ ക്രിസ്റ്റലുകളായിരിക്കും. അപ്പോൾ ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എത്രയാണ് നാനോമീറ്റർ റേഞ്ചും വരിക. ഈ ഒരു ലേസർ ടൈപ്പിൽ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് ഗ്യാസ് ആണ്, ഇലക്ട്രിക്കൽ പമ്പിംഗ് ആൻഡ് ഓൾസോ ദ വേവ് ലെങ്ത് റേഞ്ച്. Then for semiconductor, it's diode. It's actually PN junction or diode is the active medium. Pumping is actually electrical. So ഒരു കേസാണ് ആകെ ഒപ്റ്റിക്കൽ പമ്പിങ്, അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈറ്റ് നമ്മൾ പറഞ്ഞേക്കണത്. അപ്പോൾ ഇത്രയും നാനോമീറ്റർ റേഞ്ചാണ് വേവ് ലെങ്ത് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ ലേസറിൻ്റെ പ്രോപ്പർട്ടീസ് അറിയാമല്ലോ. മോണോക്രോമാറ്റിക്, കൊഹറൻസ്, ഡയറക്ഷനാലിറ്റി, ഹൈ ഇൻറ്റൻസിറ്റി. അതെന്താണെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ തിയറിയിൽ പറയാൻ മറന്നുപോയി. കൊഹറൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഫിക്സഡ് ഫേസ്, അതായത് പി എന്ന് പറയുന്ന പോയിന്റിലും ക്യൂ എന്ന് പറയുന്ന പോയിന്റിലും എല്ലാ പാരാമീറ്റേഴ്സും സെയിം ആയിരിക്കണം. ഫിക്സ്ഡ് ഫേസ്, ഫിക്സ്ഡ് ആയിട്ടുള്ള എല്ലാ റിലേഷൻസും സെയിം ആയിരിക്കണം. അപ്പം ടൈപ്സ് എന്ന് പറയുന്നത് കൊഹറൻസിൻ്റെ രണ്ട് തരത്തിലുണ്ട്, ടെമ്പറലും ഉണ്ട്, സ്പേഷ്യലും ഉണ്ട്. ടെമ്പറൽ കൊഹറൻസ് എന്ന് പറയുന്നത് ഫേസ് കോറിലേഷനായിട്ട് ഡിഫറെൻറ്റ് ടൈംസിലുള്ള സ്പേസ് കോറിലേഷൻസ് റിലേറ്റഡ് ടു മോണോക്രോമാറ്റിസിറ്റി എന്ന് വെച്ചാൽ എന്താ, സിംഗിൾ ഫ്രീക്വൻസി റിലേറ്റ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈംസിലുള്ള കോറിലേഷനെയാണ് കാണിക്കുക. അതേസമയം സ്പേഷ്യൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ, അതായത് ഇപ്പം ഒരു ട്രിക്ക് പറഞ്ഞാൽ T1 സമയത്തുള്ള പാരാമീറ്റേഴ്സ് തന്നെ ആയിരിക്കണം T2വിലും അല്ലെങ്കിൽ T4ലും, അങ്ങനെയാണെങ്കിൽ ടെമ്പറൽ കൊഹറൻസ്. ഇനി S1 ഫേസിലുള്ള പാരാമീറ്റേഴ്സ് തന്നെ ആയിരിക്കണം S2 ഫേസിൽ, അങ്ങനെ. അതാണെങ്കിൽ സ്പേസ് അനുസരിച്ചാണെങ്കിൽ നമ്മൾ സ്പേഷ്യൽ, അതൊരു ട്രിക്കിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതെപ്പോഴും സ്പേസിലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഡയറക്ഷനാലിറ്റി ഓഫ് ബീമിനെയും ടൈമിലുള്ള കാര്യങ്ങൾ ഫ്രീക്വൻസി അല്ലെ മോണോക്രോമാറ്റിസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ലേസേഴ്സിൻ്റെ പ്രത്യേകത ഹൈലി കോഹറൻ്റ് ആണ്. സ്റ്റിമുലേറ്റഡ് എമിഷൻ കാരണമാണ് ഹൈലി കോഹറൻ്റ് എന്ന് വെച്ചാൽ ഫേസ് പാരാമീറ്റർ അല്ലെ പാരാമീറ്റേഴ്സ് ഒക്കെ തന്നെ ഫേസ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിരിക്കും. ഓൾ എമിറ്റഡ് ഫോട്ടോൺസ്, അതായത് എല്ലാ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിനും പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിനും എല്ലാം തന്നെ സെയിം ഫേസ് ആയിരിക്കും, സെയിം ഡയറക്ഷൻ ആയിരിക്കും, സെയിം ഫ്രീക്വൻസി ആയിരിക്കും. അതാണ് കൊഹറൻസ്. ഇനി കൊഹറൻസ് ടൈം ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ഓവർ വിച്ച് ദ ഫേസ് ഓഫ് ദ വേവ് റിമെയിൻസ്, അതായത് എത്രമാത്രം സമയത്തായിരിക്കും വേവ് കോറിലേറ്റ് ചെയ്ത് നിൽക്കുക, അതായത്